ഇരട്ടയാർ സെൻറ് തോമസ് സൺഡേ സ്കൂൾ 65ാമത് വാർഷിക റിപ്പോർട്ട്. മാന്യരെ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ. യേശുനാഥൻ്റെ ഈ ആഹ്വാനം ശ്രവിച്ച് ഭാരത മണ്ണിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകിയ വിശുദ്ധ തോമാസ് ലീഹായുടെ നാമധേയം പേറുന്ന ഇരട്ടയാർ സെൻറ് തോമസ് സൺഡേ സ്കൂൾ വിശ്വാസ പ്രഘോഷണ വേദിയിൽ 65 വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ 2025-26 പ്രവർത്തന വർഷത്തെ റിപ്പോർട്ട് സാഭിമാനം അവതരിപ്പിക്കട്ടെ. ഇടുക്കി രൂപത ക്രിസ്തുജ്യോതി പരിശീലന കേന്ദ്രത്തിന്റെ അനുഗ്രഹാശസ്സുകളോടെ കർമ്മവീഥിയിൽ മുന്നേറുന്ന നമ്മുടെ സൺഡേ സ്കൂളിലെ രക്ഷാധികാരി അഭിവന്ദ്യ ജോൺ നെല്ലിക്കുന്നേൽ പിതാവും ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫിലിപ്പ് ഐക്കരെ അച്ഛനുമാണ്. ഇരട്ടയാർ സെൻറ് തോമസ് സൺഡേ സ്കൂളിനെ ആത്മീയ വഴിത്താരകളിലൂടെ മുമ്പോട്ട് നയിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സഖറിയാസ് കുമ്മണ്ണുംപറമ്പിൽ അച്ഛനെ ഹൃദയപൂർവ്വം അനുസ്മരിക്കുന്നു. പ്രവർത്തന വർഷം വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിൻസ് പുളിയാങ്കലച്ചൻ, ജോബി പനച്ചിക്കലച്ചൻ എന്നിവർ യഥാക്രമം ചെമ്മണ്ണാർ ഇടവകയിലേക്കും രാജാക്കാട് സെമിനാരിയിലേക്കും സ്ഥലം മാറിപ്പോയി. ഈ വൈദിക ശ്രേഷ്ഠരുടെ സേവനങ്ങൾക്ക് വാക്കുകൾക്ക് അതീതമായ നന്ദി. പുതിയതായി സ്ഥാനമേറ്റ ബഹുമാനപ്പെട്ട സ്റ്റാൻലി ചരമേലച്ചൻ്റെ ആത്മീയ നേതൃത്വം നമ്മുടെ വിശ്വാസ പരിശീലന വേദിയെ ധന്യമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രവർത്തന വർഷ ഉദ്ഘാടനം. 2025-26 പ്രവർത്തന വർഷ ഉദ്ഘാടനം 1/6/2025 ഞായറാഴ്ച പ്രഥമാധ്യാപിക സിസ്റ്റർ അനില, മിഷൻ ലീഗ് തിരുബാലസഖ്യം ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട സഖറിയാസ് കുമ്മണ്ണുംപറമ്പിലച്ചൻ നിർവഹിച്ചു. മതാധ്യാപക പ്രതിജ്ഞയും നടത്തി. നവാഗതർക്ക് സ്വാഗതം. വിശ്വാസ പരിശീലന വേദിയിലേക്ക് പുതുതായി കടന്നുവന്ന 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രവേശനോത്സവം 2025 ജൂൺ 1-ാം തീയതി നടത്തി. ജപമാലയും മിഠായിയും നൽകി കുട്ടികളെ വരവേറ്റു. അധ്യാപക വിദ്യാർത്ഥി സമൂഹം. സിസ്റ്റർ അനില FCC പ്രഥമാധ്യാപികയായും KC ജോർജ് സ്റ്റാഫ് സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. സിസ്റ്റർ സോണിയ FCC, അനു ജിയോ എന്നിവർ യഥാക്രമം തിരുബാലസഖ്യത്തിൻ്റെ വൈസ് ഡയറക്ടർ, ആനിമേറ്റർ എന്നീ നിലകളിൽ സേവന നിരതരായി. മിഷൻ ലീഗിൻ്റെ അമരക്കാരായി സിസ്റ്റർ ഷെറിനും മന്യ ജോബിയും കർമ്മരംഗത്ത് സജീവമായി. KC ജോർജ്, എലിസബത്ത് തോമസ്, സൽജു ജോസഫ് എന്നിവർ സുവിശേഷോത്സവ ആനിമേറ്റേഴ്സായും, ടോമി ജോസഫ് IT കോർഡിനേറ്ററായും, ലിൻഡ അജീഷ് ഏസ് പ്രോഗ്രാം കൺവീനറായും പ്രവർത്തന വഴികളിൽ സജീവമാകുന്നു. ആത്മീയ തീക്ഷ്ണതയുള്ള 27 അധ്യാപകരുടെ നേതൃത്വത്തിൽ ഉണ്ണീശോ കളരി മുതൽ 12 വരെ ക്ലാസ്സുകളിൽ 26 ഡിവിഷനുകളിലായി 750 കുട്ടികളും പ്രവർത്തന നിരതരാകുന്നു. പ്രതിഫലേച്ഛയില്ലാതെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വിശ്വാസ കൈമാറ്റം നടത്തുന്ന വിളക്കുമരങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നുതിരുന്ന ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കട്ടെ. കാഴ്ച സമർപ്പണം. എല്ലാ ഞായറാഴ്ചകളിലും 9:45 കുർബാനയ്ക്ക് മുമ്പായി ക്ലാസ് അടിസ്ഥാനത്തിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് കാഴ്ച സമർപ്പണം നടത്തുന്നു. മതാധ്യാപക ദിനം, അൾത്താര ബാലന്മാരുടെ ദിനം എന്നീ വിശേഷ ദിവസങ്ങളും കാഴ്ച സമർപ്പണം വഴി ലഭിക്കുന്ന തുക ഇടവകയിലെ പാർപ്പിട നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകി വരുന്നു. പ്രവർത്തന വർഷം 59,200 രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. അസംബ്ലിയും സെമിനാറും. സഭാപ്രധാനമായ വാർത്തകൾ, വിശുദ്ധരെ പരിചയപ്പെടുത്തൽ, ലഘുപ്രസംഗം എന്നിവയാൽ സമ്പന്നമായ അസംബ്ലികൾ മാസത്തിലൊരിക്കൽ ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തി. ഡിജിറ്റൽ മൈഗ്രേഷൻ എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സഖറിയാസ് അച്ഛൻ 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നടത്തിയ സെമിനാർ കാലിക പ്രസക്തിയുള്ളതായിരുന്നു. അധ്യാപക രക്ഷാകർതൃ സമിതി. 20/7/2025 സൺഡേ സ്കൂൾ കുട്ടികളുടെ മാതാക്കൾക്കായി കുട്ടികളുടെ വിശ്വാസ ജീവിതത്തിന്റെ പരിപോഷണത്തിൽ മാതാക്കളുടെ പങ്കെന്ന വിഷയത്തെ അധികരിച്ച് ബഹുമാനപ്പെട്ട സഖറിയാസ് അച്ഛൻ സെമിനാർ നടത്തി. 2025 ഒക്ടോബർ 5-ന് 8 മുതൽ 12 വരെ ക്ലാസ്സിലെ കുട്ടികളുടെ PTA നടത്തി. 2026 ജനുവരി 4-ന് ചേർന്ന PTA പൊതുയോഗത്തിൽ ശ്രീ ബിനോയ് മഠത്തിൽ നയിച്ച ചിന്തോദീപകമായ സെമിനാറിലൂടെ വിശ്വാസ പരിശീലന പ്രക്രിയയിൽ വഹിക്കേണ്ട പങ്കിനെക്കുറിച്ച് രക്ഷാകർതൃ സമൂഹത്തിന് ദിശാബോധം പകർന്നു നൽകി. സൺഡേ സ്കൂൾ വാർഷികം. 2024-25 സൺഡേ സ്കൂൾ വാർഷികം 2025 ജൂലൈ 3-ന് വിവിധ പരിപാടികളുടെ അകമ്പടിയോടെ നടത്തപ്പെട്ടു. മോൺസിഞ്ഞോർ ജോസ് നരിതൂക്കിൽ വിശിഷ്ടാതിഥിയായിരുന്നു. പഠനത്തിലും ഹാജരിലും മികവ് പുലർത്തിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. സ്റ്റാഫ് മീറ്റിംഗ്, സ്റ്റഡി ഫോറം. മാസത്തിലൊരിക്കൽ ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സ്റ്റാഫ് മീറ്റിങ്ങുകളും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമായ യുകാറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റഡി ഫോറങ്ങളും
അധ്യാപക ശാക്തീകരണത്തിനും പ്രവർത്തന വഴികളിൽ നവോന്മേഷവും പകർന്നു. സ്റ്റുഡൻറ് കൗൺസിൽ 2025 ജൂൺ 8 നടന്ന തെരഞ്ഞെടുപ്പിൽ റിയോൺ ജോൺസൺ അമ്പാട്ടുകുഴി ലീഡറായും തേജൽ സേവ്യർ കുമ്പിളുവേലിൽ സെക്രട്ടറിയായും വിജയിച്ചു. ക്ലാസ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി സ്റ്റുഡൻറ് കൗൺസിൽ രൂപീകരിച്ചു. തലീത്താവും ഗ്രൂപ്പ് തല പ്രവർത്തനങ്ങൾ. ഇരട്ടയാർ സെന്റ് തോമസ് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ ആധ്യാത്മിക വളർച്ച ലക്ഷ്യം വയ്ക്കുന്ന ഈ പദ്ധതിയിൽ കൂദാശ സ്വീകരണം, ദിവ്യബലിയിലെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഡയറി, പാഠപുസ്തകം, ബൈബിൾ, കുർബാന പുസ്തകം എന്നിവ കൊണ്ടുവരാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. ഇതിനായി 5 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളെയും 4 ഗ്രൂപ്പുകളായി തിരിച്ച് വിശുദ്ധരുടെ നാമധേയങ്ങൾ നൽകി നിശ്ചിത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ മാസത്തിലും വിജയികളെ കണ്ടെത്തി ഗ്രൂപ്പിന് ട്രോഫി സമ്മാനിക്കുകയും ചെയ്തു. സപ്തതല കർമ്മ പരിപാടികൾ. ജീസസ് വിസിറ്റ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ്. ഗലാത്യ 5:6. ഈ വചനത്തെ പ്രവൃത്തി പഥത്തിൽ എത്തിച്ചുകൊണ്ട് 2025 ജൂലൈ 3, സെപ്റ്റംബർ 9 എന്നീ തീയതികളിൽ ബഹുമാനപ്പെട്ട സഖറിയാസ് കുമ്മണ്ണുംപറമ്പിലച്ചൻ, സഹവികാരി പ്രിൻസ് പുളിയാങ്കലച്ചൻ, മതാധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ 12, 11 ക്ലാസ്സുകളിലെ കുട്ടികൾ യഥാക്രമം തങ്കമണി സ്നേഹാശ്രമം, വാഗമൺ കുരിശുമല ആശ്രമം എന്നിവ സന്ദർശിക്കുകയും അവശ്യ സാധനങ്ങൾ നൽകുകയും ചെയ്തു. ജൂലൈ 27 പ്രിൻസ് പുളിയാങ്കലച്ചന്റെ നേതൃത്വത്തിൽ കുട്ടികൾ അൽഫോൻസ ഭവൻ സന്ദർശിച്ചു. അനാഥരെയും അശരണരെയും ചേർത്ത് പിടിക്കാനും സഹജീവികളോട് സഹാനുഭൂതിയോടെ പെരുമാറാനും പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്ത് കുട്ടികൾക്ക് ലഭിച്ച പുത്തൻ പാഠമായിരുന്നു ജീസസ് വിസിറ്റ്. മിഷൻ ലീഗ് ഭാരവാഹികൾ ബഹുമാനപ്പെട്ട വികാരിയച്ചനോടൊപ്പം അൽഫോൻസാമയുടെ കബറിടം സന്ദർശിച്ചു. ജീസസ് ഫ്രണ്ട്സ്. ഇരട്ടയാർ സെന്റ് തോമസ് സൺഡേ സ്കൂളിലെ കുട്ടികളുടെ ആത്മീയ പുരോഗതി ലക്ഷ്യമാക്കി രൂപം കൊണ്ട ഈശോയുടെ കൂട്ടുകാട്ട സംഘടനയിൽ 60 പേർ അംഗങ്ങളാണ്. നിരവധി പരിശീലനങ്ങളിലൂടെ ഒരുപറ്റം വിശ്വാസ തീഷ്ണതയുള്ള കുട്ടികളെ വാർത്തെടുക്കാനായി അധ്യാപകരായ സൽജു ജോസഫും അഞ്ജു ടി ചുമ്മാറും പ്രവർത്തിക്കുന്നു. ജീസസ് വേഴ്സസ്. സ്വർഗീയ ജെറുസലേമിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന മനുഷ്യർക്ക് ദിശാബോധവും സുരക്ഷിത തീരങ്ങളും സമ്മാനിക്കുന്ന പ്രകാശഗോപുരമാണ് ദൈവവചനം. ദൈവവചന പഠനത്തിനായി 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ പ്രകാശിതർ, ജ്ഞാനികൾ, വേദപാരംഗതർ എന്നിങ്ങനെ 3ആയി തിരിച്ച് എല്ലാ ആഴ്ചയിലും ജീവജലം സത്യവചസ്സുകൾ എന്ന പുസ്തകത്തിലെ നിശ്ചിത പാഠഭാഗങ്ങൾ മനഃപാഠമാക്കുന്ന കുട്ടികളെ സൺഡേ സ്റ്റാറായി തെരഞ്ഞെടുത്ത് മെഡലുകളും സമ്മാനങ്ങളും നൽകി. സിസ്റ്റർ ലില്ലി ജോസ്, ആൻസി ഡോണിഷ്, ലിൻഡ ജീഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ജീസസ് മീൽസ്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ നിർധന രോഗികൾക്ക് ഭക്ഷണ വിതരണം നടത്തുന്ന ബെത്ലഹേം കാരിത്താസ് പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സൺഡേ സ്കൂളിലെ 4 ഗ്രൂപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയാണിത്. കുട്ടികൾ കൊണ്ടുവരുന്ന പിടിയരി ശേഖരിച്ച് ബെത്ലഹേം കാരിത്താസിന് കൈമാറി. പ്രവർത്തന വർഷം 200 കിലോ അരിയും മതാധ്യാപക ദിനത്തിലെ കാഴ്ചവയ്പ്പിന് ലഭിച്ച 5001 രൂപയും ഈ സ്നേഹ പദ്ധതിയിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അധ്യാപകരായ അഡോൺ സോജൻ, ഹിൽട്ടൺ ആന്റണി എന്നിവർ നേതൃത്വം നൽകിയ ജീസസ് മീൽസിനോട് സഹകരിച്ച കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി. ജീസസ് ഡിസൈപ്പിൾസ്. വിശ്വാസ പരിശീലന വേദിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ അധ്യാപകരും മാസത്തിലൊരിക്കൽ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി ദിവ്യകാരുണ്യ ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ ഈശോയിൽ നിന്ന് ശക്തി സംഭരിക്കുന്ന പദ്ധതിയാണിത്. ഷീലമ്മ ടീച്ചർ, സെലീനാമ്മ ടീച്ചറും പ്രവർത്തന വർഷത്തിൽ നേതൃത്വം നൽകി. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പ്രാർത്ഥനകളും മരണം വഴി നമ്മിൽ നിന്ന് വേർപെട്ടവരോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കുവാനും നിത്യജീവന് വേണ്ടി യത്നിക്കാനും ക്ലാസ് അടിസ്ഥാനത്തുള്ള സിമിത്തേരി സന്ദർശനവും ഉപകരിച്ചു. ജീസസ് മിഷൻ. മിഷനെ അറിയുക, സ്നേഹിക്കുക, സഹായിക്കുക എന്നീ ത്രിവിധ ലക്ഷ്യങ്ങളോടെ തുമീഷൻ ഫിയസ്റ്റ എന്ന പേരിൽ ആചരിച്ച മിഷൻ ഞായർ ദിനത്തിൽ മിഷൻ ലീഗ് ഒരുക്കിയ മിഷൻ ട്രീയും ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ പ്രദർശനങ്ങളും KCYM യൂണിറ്റിന്റെ ഗെയിമുകളും സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റി. മിഷൻ പ്രദേശങ്ങളിലെ ശുശ്രൂഷകരായ വൈദികരുടെ നമ്മുടെ ഇടവക സന്ദർശനം സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെക്കുറിച്ച് ശരിയായ അവബോധം കുഞ്ഞുങ്ങളിൽ സൃഷ്ടിക്കാൻ ഉപകരിച്ചു. ജീസസ് ഹോം. നിർധനർക്ക് പാർപ്പിടം ഒരുക്കുന്ന ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സൺഡേ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഭാഗഭാക്കുകളാക്കുകയാണ് ജീസസ് ഹോമിലൂടെ. ഞായറാഴ്ച തോറും കുട്ടികളുടെ കാഴ്ച സമർപ്പണത്തിലൂടെ ശേഖരിക്കുന്ന തുകകളും ക്ലാസ്സുകളിൽ വച്ചിരിക്കുന്ന കുടുക്കുകളിൽ കുട്ടികൾ നിക്ഷേപിക്കുന്ന ചെറു തുകകളും പാർപ്പിട നിർമ്മാണത്തിന് സഹായകമാകുന്നു. പ്രവർത്തന വർഷത്തിൽ 12,000 രൂപ സമാഹരിച്ചു. ജീസസ് ഹോം എന്ന കർമ്മ പരിപാടിയോട് സർവാത്മന സഹകരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ആത്മാർത്ഥമായ നന്ദി. മഹാജൂബിലി ചലഞ്ചുകൾ. ജൂബിലി വർഷത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാനുള്ള വിശുദ്ധ കുർബാന ചലഞ്ചും
പൂർണ്ണദണ്ഡ വിമോചനം ലക്ഷ്യം വെച്ച് തീർത്ഥാടന ചലഞ്ചും സമ്പൂർണ്ണ ബൈബിൾ വായന ലക്ഷ്യമാക്കിയുള്ള ബൈബിൾ വായന ചലഞ്ചുമായിരുന്നു. ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച ക്രിസൽ ജിജോ കരിവേലിക്കൽ, സ്റ്റീന ജിജോ കരിവേലിക്കൽ, എഡ്വിൻ ടോം നെല്ലമ്പുഴ, ഡിലൻ വർഗീസ് കാരിവേലിൽ എന്നിവർക്ക് ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ബൈബിൾ ഞായർ. ക്ലാസ് ലീഡർമാരും അധ്യാപകരും ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ ബൈബിൾ റാലിയായി പള്ളിയിലേക്ക് പ്രവേശിച്ച് അലങ്കരിച്ച പീഠത്തിൽ ബൈബിൾ പ്രതിഷ്ഠിച്ച് പൂക്കൾ അർപ്പിച്ചു വണങ്ങി. 2025 ഡിസംബർ 21 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അധ്യാപക വിദ്യാർത്ഥി സമൂഹം ഒന്നാകെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം ഒരുമിച്ച് വായിച്ചു. സൺഡേ സ്കൂൾ ഡയറി. എന്റെ വീട് എന്റെ ഈശോയ്ക്ക് എന്ന ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഡയറി ഏറെ ശ്രദ്ധേയമായി. വിമല ഹൃദയ പ്രതിഷ്ഠ. പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിനോടനുബന്ധിച്ച് മരിയ നാമധാരികളായ കുട്ടികളുടെ കാഴ്ച സമർപ്പണവും വിമല ഹൃദയ പ്രതിഷ്ഠയും നടത്തി. ജപമാല റാലിയിൽ ഏവരും ഭക്തിപൂർവ്വം പങ്കെടുത്തു. ആഘോഷങ്ങൾ. വിശുദ്ധരുടെ തിരുനാളുകൾ, മതാധ്യാപക ദിനം, ക്രിസ്തുരാജന്റെ തിരുനാൾ, മിഷൻ ഞായർ, ബൈബിൾ ഞായർ, ഇടവക തിരുനാൾ, സമർപ്പിത ദിനം എന്നിവയെല്ലാം സമുചിതമായി ആചരിച്ചു. മിഷൻ ലേ. വ്യക്തിത്വ വികസനം, പ്രേക്ഷിത പ്രവർത്തനം, ദൈവവിളി പ്രോത്സാഹനം എന്നിവ ലക്ഷ്യമാക്കി വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി മിഷൻ ലേ പ്രവർത്തനങ്ങൾ സജീവമാവുന്നു. മിഷൻ ലേ മേഖലാ മത്സരത്തിൽ ഇരട്ടയാർ ശാഖ ഓവറോൾ കരസ്ഥമാക്കി. വാഴത്തോപ്പിൽ വെച്ച് നടന്ന ഇടുക്കി രൂപതാ കലോത്സവത്തിൽ ഇരട്ടയാർ യൂണിറ്റ് വിജയ കിരീടം ചൂടി. രൂപതാതല കയ്യെഴുത്ത് മത്സരത്തിൽ 2-ാം സ്ഥാനം നാം നേടി. അമരക്കാരായി വർത്തിച്ച ഷെറിൻ സിസ്റ്ററിനും മന്യ ടീച്ചറിനും അഭിനന്ദനങ്ങൾ. തിരുബാലസഖ്യം. കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എന്ന സന്ദേശവുമായി മുന്നേറുന്ന ഈ സംഘടനയിൽ 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ അംഗങ്ങളാണ്. നവംബർ 8-ാം തീയതി ഇരട്ടയാറ്റിൽ വെച്ച് നടന്ന തിരുബാലസഖ്യം മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ കിരീട നേട്ടം സ്വന്തമാക്കി. സോണിയ സിസ്റ്റർ, ഹെലൻ ടീച്ചറും നേതൃത്വം വഹിക്കുന്നു. യെസ് പ്രോഗ്രാം. ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യെസ് പരിശീലന പരിപാടിയുടെ കൺവീനറായി ലിൻഡ അജീഷ് സേവനമനുഷ്ഠിക്കുന്നു. സുവിശേഷോത്സവം. സമുദായ ശാക്തീകരണം എന്ന പഠന വിഷയത്തെ അധികരിച്ച് തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. സെന്റ് തോമസ് വിഭാഗത്തിന്റെ പാഠപുസ്തക രചന നിർവഹിച്ച പ്രഥമ അധ്യാപിക അല്ല സിസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള ഇരട്ടയാർ സൺഡേ സ്കൂൾ അധ്യാപകരെ പ്രത്യേകം അനുസ്മരിക്കുന്നു. 2026 ഏപ്രിൽ 3 മുതൽ 8 വരെ നടന്ന സുവിശേഷോത്സവ ദിനങ്ങൾ വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ചു. 3-ാം ദിനം സെന്റ് തോമസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ നസ്രാണി പൈതൃകം എന്ന സ്റ്റാളിലൂടെ ക്രൈസ്തവ സമൂഹം കേരള സമുദായത്തിന് നൽകിയ സംഭാവനകൾ, നസ്രാണി വേഷപ്രദർശനം, നസ്രാണി ഭക്ഷ്യമേള, ക്വിസ് മത്സരങ്ങൾ എന്നിവയാൽ ഏറെ സമ്പന്നമായിരുന്നു. അനുമോദനങ്ങൾ. 2025-26 അധ്യയന വർഷത്തിൽ 10-12 ക്ലാസ്സുകളിൽ വാർഷിക പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും വിജയിച്ചു. വിജയികൾക്കും പരിശീലിപ്പിച്ച അധ്യാപകർക്കും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കട്ടെ. കഴിഞ്ഞ 12 വർഷക്കാലം ഒരു സൺഡേ ക്ലാസ് പോലും മുടക്കാതെ നിത്യഹാജറിന് അർഹനായ ഡൊമിൻഡോണിഷ് ഇടയാടിക്കും മാതാപിതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. രൂപത സ്കോളർഷിപ്പ്. രൂപതാതല സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയകിരീടം ചൂടിയ ലിയ തെരേസ് അജീഷിനും ഏഞ്ചല എൽസ നിഷിനും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ നേരുന്നു. ലോഗോസ് ക്വിസ്. സംസ്ഥാനതല ലോഗോസ് ഫാമിലി ക്വിസിൽ 5-ാം സ്ഥാനം നേടിയ നമ്മുടെ മതാധ്യാപിക ആൻസി ഡോണിഷ് ടീച്ചറിനെയും കുടുംബത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജീവജലം വചനമെഴുത്ത് മത്സരം. ഇടവക തലത്തിൽ നടത്തിയ ജീവജലം വചനമെഴുത്ത് മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഡൊമിൻ ഡോണിഷ് ഇടയാടി, ഹൈസ്കൂൾ വിഭാഗത്തിൽ ലിയോൺ റെജി, സൂസന്ന ചെറിയാൻ, അൽന ജോർജ് എന്നിവരും UP വിഭാഗത്തിൽ നിന്നും ഡിയോൺ തോമസും ക്യാഷ് അവാർഡിന് അർഹരായി. നന്ദിപൂർവ്വം ഇരട്ടയാർ സെന്റ് തോമസ് സൺഡേ സ്കൂൾ. 2025-26 പ്രവർത്തന വർഷത്തെ നേർചിത്രം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇരട്ടയാർ സെന്റ് തോമസ് സൺഡേ സ്കൂളിനെ നാളിതുവരെ നയിച്ച അനന്ത സ്നേഹമായ ഈശോനാഥനു മുമ്പിൽ കൂപ്പുകൈകളുമായി ഞങ്ങൾ നിലകൊള്ളുന്നു. ഇടുക്കി രൂപതയുടെ ഹൃദയാകാശത്ത് വിടർന്ന ആത്മീയ നക്ഷത്രം അഭിവന്തി ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനെയും നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. വിശ്വാസ വഴികളിൽ മുന്നേറാൻ കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ ഫിലിപ്പ് ഐക്കരെ അച്ഛനും അഗൈതവുമായ നന്ദി. ഇരട്ടയാർ സെന്റ് തോമസിന്റെ കുഞ്ഞുമക്കളെ ദൈവോന്മുഖരാക്കി വളർത്താൻ തികഞ്ഞ സ്വഭാവബോധവും ആത്മീയ തീഷ്ണതയും കർമ്മോത്സുകതയും മുഖമുദ്രയാക്കി നേതൃത്വം നൽകുന്ന സ്നേഹബഹുമാനപ്പെട്ട സഖറിയാസ് കുമ്മണ്ണും പറമ്പിൽ അച്ഛന് വാക്കുകൾക്ക് അതീതമായ നന്ദി. വിശ്വാസ പരിശീലന വേദിയെ വ്യത്യസ്തമായ പ്രവർത്തനം മന്ധാവിലൂടെ നയിച്ച
സഹവികാരിമാരായിരുന്ന പ്രിൻസ് പുളിയാങ്കലച്ചനും ജോബി പനച്ചിക്കലച്ചനും ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കട്ടെ. കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ സൺഡേ സ്കൂളിന്റെ പ്രഥമാധ്യാപികയായിരുന്ന സിസ്റ്റർ അനില FCC 2026 മെയ് മാസത്തിൽ ചെമ്പകപ്പാറ മഠത്തിലേക്ക് സ്ഥലം മാറിപ്പോയി. വിശ്വാസ തീഷ്ണതയോടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ ഇരട്ടയാർ സെന്റ് തോമസ് സൺഡേ സ്കൂളിനെ രൂപതയിലെ ഏറ്റവും മികച്ച സ്കൂളാക്കി മാറ്റാൻ അനില സിസ്റ്ററിന് കഴിഞ്ഞു. ഇവിടെ ചൊരിഞ്ഞ നന്മകൾക്ക്, നൽകിയ സേവനങ്ങൾക്ക് ഒത്തിരി നന്ദി. ദൈവാനുഗ്രഹം ധാരാളമായി വർഷിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വാർഷികാഘോഷ പരിപാടികൾ അണിയിച്ചൊരുക്കാൻ നേതൃത്വം നൽകിയ ജനറൽ കൺവീനർ പ്രിയപ്പെട്ട ജോർജ് സാറിനും ഹൃദയംഗമമായ നന്ദി. സെന്റ് തോമസിന്റെ കുഞ്ഞുമക്കൾക്കായി സമയവും കഴിവുകളും വ്യയം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ആത്മാർത്ഥമായ നന്ദി. വിശ്വാസ പരിശീലന വേദിക്ക് ഊർജം പകരുന്ന PTA, മിഷേലി, തിരുവാലസഖ്യം ഭാരവാഹികൾ, സ്കൂൾ ലീഡർമാർ എന്നിവർക്കും നന്ദി. വിശ്വാസ പരിശീലനം പൂർത്തിയാക്കി പടിയിറങ്ങിയ പ്രിയപ്പെട്ട +2 വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. വചനാധിഷ്ഠിതമായി മുന്നേറാനും ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളേവരുടെയും അംഗീകാരത്തിനും വിചിന്തനത്തിനുമായി സവിനയം സമർപ്പിക്കുന്നു എന്ന് പ്രഥമാധ്യാപിക എലിസബത്ത് തോമസ്.